ആ പോന്നാട്ടെ. ആ ആ അങ്ങാട്. മോളെ പതുക്കെ. ആ ആ ആ മോനെ മോൻ കുറച്ച് കുടിച്ചിട്ട് മോക്കും കൊടുക്ക്. ആ പഴം കൊടുത്തു കൊടുക്ക്. പകുതി മോള് കഴിച്ചിട്ട് പകുതി മോന് കൊടുക്ക. എന്റെ കൊച്ചുങ്ങളെ, നിങ്ങളൊന്ന് സന്തോഷായിട്ടിരിക്കേ. താലി കെട്ടിയില്ലെങ്കിൽ എന്താ? അമ്പലത്തിൽ വെച്ച് പരസ്പരം മാലയിട്ട് നിങ്ങള് ദൈവത്തിന്റെ മുന്നിൽ ഒന്നായില്ലേ? ഇനി നിങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെയാ. അതല്ല സൂസന്ന, ഇവരുടെ വിശ്വാസപ്രകാരം കഴുത്തിൽ താലി വീഴുന്നതാണ് കല്യാണം. ഒരു പെണ്ണ് തന്നെ താലി എടുത്ത് കാട്ടിയ ഏത് കോടതിയും അത് തെളിവായിട്ടെടുക്കും. അതെ, രജിസ്റ്റർ മാരേജ് നടന്നില്ല, താലിയും കെട്ടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണം ആരും അംഗീകരിക്കാനും സാധ്യതയില്ല. ഏതായാലും ഈ കരക്കാര് നിങ്ങളെ വധൂവരന്മാരായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. കടവത്തുനിന്ന് വരുമ്പോ എല്ലാവരും നിങ്ങളോട് ആശംസകൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഈ തുരുത്തില് നിങ്ങക്ക് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ ഒരു തടസ്സം ഉണ്ടാവില്ല. അത് പോരല്ലോ ചേച്ചി, ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണ്ടേ, കോളേജിൽ പോണ്ടേ. എന്റെ കഴുത്തിൽ താലി ഇല്ലാത്തിടത്തോളം കാലം എന്റെ വീട്ടുകാർ എന്റെ കല്യാണം കഴിഞ്ഞതായി പോലും കണക്കാക്കില്ല. അവരെന്നെ ജീവൻരാജിൽ നിന്ന് ആ ഒരു കാര്യം പറഞ്ഞ് അടർത്തിക്കൊണ്ടുപോകും. അമ്പലത്തിൽ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന്റെ സാക്ഷ്യപത്രം തരില്ല. അത് ശരിയാ സൂസന്നെ. അമ്പലത്തിൽ നിന്ന് കടലാസ് കിട്ടിയിരുന്നെങ്കിൽ അത് രജിസ്റ്റർ ഓഫീസിൽ കാണിച്ച് കല്യാണം നിയമപരമാക്കായിരുന്നു. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലി കെട്ടേണ്ടി വരുമെന്നാ തോന്നുന്നേ. ആ ആസിഫ് താലിയായിട്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് തന്നെ അതങ്ങ് നടന്നേനെ. ആസിഫിന്റെ ഉമ്മയ്ക്ക് അസുഖം കൂടി കാണും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുപോയതാ, അല്ലെങ്കിൽ വരാതിരിക്കില്ല. നമ്മുടെ കഷ്ടകാലം തീർന്നില്ല ജീവൻ, അതാ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവന്മാര് വരുന്നുണ്ടല്ലോ.